വിജൃംഭിച്ചൊരു ക്ലോക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഭയങ്കര വലിയൊരു ക്ലോക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ നോർമലി വോളാണ് കണ്ടത്. ഇവിടെ വാൾപേപ്പർ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള വാൾപേപ്പറാണ് സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം നല്ലൊരു ഡിസൈനിലാണ് ഈ സംഭവം ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു സ്റ്റാൻഡും അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ ഡൈനിങ് ഏരിയയിലേക്ക് വരിക. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചെയേഴ്സും നല്ലൊരു ടേബിളൊക്കെ ആയിട്ടാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതെന്താ സംഭവം എന്ന് അറിയാൻ പാടില്ല. ധ്യാൻ ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ചോദിക്കായിരുന്നു. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഒന്ന് ഇരുന്ന് നോക്കാം. ധ്യാൻ ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഒന്നും കൂടെ ഒരു ചായ ഇട്ട് തരാൻ പറയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വന്ന ടൈമിൽ നമുക്കൊരു ചായ ഇട്ട് തന്നായിരുന്നു. പാവം ചായ ഇട്ട് തന്നു, ഞങ്ങൾക്ക് ബിരിയാണിയൊക്കെ വാങ്ങി തന്നു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞിരിക്കുക. ധ്യാൻ ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനെ ഒരു ചായയും കൂടി ഇട്ട് തരാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഹെൽപ്പിന് ഒരു ചേച്ചി ഉണ്ട് കേട്ടോ. ആക്ച്വലി ആ ചേച്ചിയാണ് നമുക്ക് ചായയൊക്കെ ഉണ്ടാക്കി തന്നത്. അപ്പോൾ ഇതാണ് ഡൈനിങ് ഏരിയ വരണേ. നല്ല ബ്യൂട്ടിഫുൾ, നല്ല ചെയറാണ്. വെച്ചാൽ എല്ലാം ഇപ്പോൾ ചെയേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ പല തരത്തിലുള്ള ചെയേഴ്സൊക്കെ ഡിസൈൻ ചെയ്തിട്ടാണല്ലേ നമ്മൾ വെക്കുന്നുണ്ടാവുക. ഇപ്പോൾ സോഫാസ് ആണെങ്കിലും ഇതുപോലെ ഡൈനിങ് ഏരിയയിൽ വരുന്ന ചെയേഴ്സ് എല്ലാം. അപ്പോൾ ഇതും നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ചെയറാണ്. അതുപോലെ തന്നെ ഇത് മാർബിൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആണോ? അല്ലേ? യെസ്, അതേന്ന് ക്യാമറ ചേട്ടൻ പറഞ്ഞു. ഓക്കെ, മാർബിളാണ്. മാർബിളിൻ്റെ ആണ് ഡൈനിങ് ടേബിളിൽ പ്ലേസ് ചെയ്തിട്ടുള്ള ഈ സാധനം. ഇനി ഒരു ഫ്ലാറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഭയങ്കര അട്രാക്റ്റീവ് എന്ന് പറയുന്നത് അതിൻ്റെ ബാൽക്കണി ആയിരിക്കും അല്ലേ? തീർച്ചയായിട്ടും ബാൽക്കണി തന്നെയായിരിക്കും. നമുക്ക് ഭയങ്കര നിർബന്ധം നമ്മൾ പറയും എനിക്ക് ഈ വ്യൂ ഉള്ള, നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് നോക്കുമ്പോൾ പല രീതിയിലുള്ള ബാൽക്കണി വ്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ എപ്പോഴും ബാൽക്കണി എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു പ്ലേസ് ആയിരിക്കും ഈവനിങ്ങിനൊക്കെ ഇരിക്കാനും. അപ്പോൾ ഇവിടെ നിന്ന് നേരെ നമ്മൾ ബാൽക്കണിയിലേക്കാണ് പോകുന്നത്. എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഫ്ലാറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളെപ്പോഴും ടൈം സ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ ബാൽക്കണിയിൽ തന്നെയായിരിക്കും. അപ്പോൾ യെസ്, നമുക്ക് തുറക്കാം. ഭയങ്കര അടിപൊളി വ്യൂ ആണ്. അയ്യോ, ഇതെങ്ങനെ തുറക്കണേ? ഇങ്ങോട്ടാ, ഇത് ലോക്കാ. ഒന്നും കൂടെ. ഇതൊന്നും ഇടല്ലേട്ടാ, ഇടരുത് പ്ലീസ്. സോറി, ഇതെങ്ങനെ തുറക്കണ്ടേന്ന് അറിയില്ലായിരുന്നു. തുറന്നപ്പോൾ തന്നെ നല്ല കാറ്റ്. യെസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ധ്യാൻ ചേട്ടൻ്റെ ഫ്ലാറ്റിൻ്റെ ബാൽക്കണി. നമുക്ക് കിട്ടില്ലൻ വ്യൂ ആണ്. നമുക്ക് ഇവിടെ നിന്ന് എല്ലാ കാഴ്ചയും കാണാം. ഇത് ആക്ച്വലി ട്രിവാൻഡ്രത്തെയാണ് ഈ ഫ്ലാറ്റ് ധ്യാൻ ചേട്ടൻ്റെ. അപ്പോൾ ഒട്ടുമിക്ക ട്രിവാൻഡ്രം മൊത്തത്തിൽ നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് പറ്റും. യെസ്, അവരെ കണ്ടു. ഇതാണ് വ്യൂ. ഇവിടെ ദേ വോളിൽ ഇങ്ങനെ ഇവർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഒരു പ്ലാന്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒന്നും വേണ്ട, ബിക്കോസ് ബാൽക്കണി എന്ന് പറയുമ്പോൾ ഈവനിങ് ഒക്കെ ആകുമ്പോഴേക്കും ഓൾമോസ്റ്റ് ഒരു ഇരുട്ട് ഇതൊക്കെ ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് അതിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ഒരു ലൈറ്റ് ഇങ്ങനെ 4 ലെയറിൽ വരുന്ന ഒരു ലൈറ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട്. ഓക്കെ, ഇവിടെയും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് തന്നെയാണ് വോളൊക്കെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതായത് ഓരോ സ്ഥലങ്ങളും എങ്ങനെ അട്രാക്റ്റീവ് ആയിട്ട് വെക്കാം, അതായത് പ്ലെയിൻ ആക്കാതെ ലൈക്ക് ജസ്റ്റ് പ്ലെയിൻ വോൾ അല്ലാതെ അവിടെ ഓരോ സ്ഥലങ്ങളിലും ഓരോന്ന് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വൈകിട്ട് ചേച്ചിയായിട്ട് മോളൊക്കെ ആയിട്ട് ധ്യാൻ ചേട്ടൻ ഇവിടെ നിന്നായിരിക്കും ചായ കുടിക്കുന്നുണ്ടാവാം. ബാൽക്കണി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സ്ഥലമല്ലേ. നമ്മുടെ മേ ബി കുറേ സംസാരിക്കുന്നതൊക്കെ ഇവിടെ ഇരുന്നിട്ടായിരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാൽക്കണി വ്യൂ. എനിക്കൊന്നും റൂംസിലൊക്കെ ബാൽക്കണി ഉണ്ട്, പക്ഷേ ഏറ്റവും എല്ലാ ഫ്ലാറ്റിലും കാണുന്ന പോലെ മെയിൻ ബാൽക്കണി ഇതാണ് നമ്മുടെ ബാൽക്കണി എന്നുള്ള വ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബാൽക്കണിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമ്മളിപ്പോൾ നേരത്തെ ഡൈനിങ് ടേബിളിലൊക്കെ ഇരുന്നു. ഇവിടെയും ഒരു സ്പേസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ, പക്ഷെ നല്ല മെറ്റൽ എന്തോ ആണ് ഇത് സംഭവം. അതും നല്ല ഈ ഫ്ലവേഴ്സൊക്കെ നമ്മൾ ആക്ച്വലി ഹെയർ ഡെക്കറേഷനൊക്കെ നമ്മൾ വെക്കാറുണ്ട്. അങ്ങനത്തെ ഒരു സംഭവമാണിത്. ഇത് എനിക്ക് തോന്നുന്നു ആർട്ടിഫിഷ്യൽ ആണെന്നാണ് തോന്നുന്നത്. ഓക്കെ, ഇത് ആർട്ടിഫിഷ്യൽ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഫ്ലവേഴ്സും ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നേരത്തെ അവിടെ നമ്മൾ ഗ്ലാസ് പാർട്ടീഷനാണ് കണ്ടത്, പക്ഷേ ഇവിടെ വരുമ്പോഴേക്കും മിറർ വെച്ചിട്ടുള്ളൊരു പാർട്ടീഷനാണ് കേട്ടോ. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ ഞാൻ വന്നപ്പോൾ തന്നെ എൻ്റെ ഭംഗിയൊക്കെ ഇവിടെ ഇങ്ങനെ ഒന്ന് നോക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ ഫുൾ ഇങ്ങനെ ബോക്സ് രീതിയിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല രീതിയിൽ നല്ലൊരു കളർ പാറ്റേണിൽ തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നല്ല രസമില്ലേ? നമുക്ക് വെറുതെ ഇരിക്കുമ്പോൾ കണ്ണാടി നോക്കാം. നമ്മൾ റൂമിൽ നിന്നൊക്കെ ഒരുങ്ങി വേഗം പെട്ടെന്നൊക്കെ പോകുമ്പോൾ നമുക്ക് ഇവിടെ നോക്കിയിട്ട് വേണമെങ്കിൽ പോവാം. പക്ഷെ എന്തായാലും നല്ല ഐഡിയ ആയിട്ടുണ്ട്. 2 പാർട്ടീഷനും, ആ ഗ്ലാസിൻ്റെ പാർട്ടീഷനും ഈ മിററിൻ്റെ പാർട്ടീഷനും അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ ഡൈനിങ് ഏരിയ എന്ന് വരുമ്പോൾ ഇവിടെയും ചെറിയൊരു സ്പേസ് ഉണ്ട്. ഇവിടെ 2 സോഫാസ് ഇട്ടിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ ധ്യാൻ ജി വെള്ളം അടിക്കുന്നതെന്നാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരു JD ഇവിടെ ഇരിക്കുന്നുണ്ട് ഗൈസ്.
ആ ജാക്ക് ഡാനിയൽ ഒന്ന് സൂം ചെയ്യും. ഇതാ ഇവിടെ ഒരു ജേഡി ഇരിപ്പുണ്ട്. അത് ധ്യാൻ ചേട്ടൻ പകുതിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ധ്യാൻ ചേട്ടൻ എന്തായാലും ഇവിടെ നടിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെയാണ് അങ്ങനത്തെ കലാപരിപാടികളും ഒക്കെ നടക്കുന്ന ഒരു സ്ഥലം. പിന്നെ ഇതാ ഇവിടെ 2 സോഫാസ് വെച്ചിട്ടുണ്ട്. ഇവിടെ ആക്ച്വലി ഒരു ബാൽക്കണി ഉണ്ട്. നമ്മൾ അങ്ങോട്ടേക്ക് ഇറങ്ങുന്നില്ല. അവിടെ ഒരു ട്രെഡ്മില്ല് വെച്ചിട്ടുണ്ട്. ഓടുന്നുണ്ടെന്നൊക്കെ തോന്നുന്നു, എനിക്ക് തോന്നുന്നില്ല. കാരണം ധ്യാൻ ചേട്ടൻ തന്നെ പറഞ്ഞു മടിയാണ്, വർക്കൗട്ട് ചെയ്യാനൊക്കെ ചില സമയം ഭയങ്കര മടിയാണെന്ന് പറഞ്ഞു. മേ ബി ചേച്ചിയായിരിക്കും ചെയ്യുന്നുണ്ടാവുക, അറിയില്ല. ഓക്കെ, അപ്പോൾ അവിടെ ഒരു ട്രെഡ്മില്ലും വെച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഇതാ ഇവിടെയാണ് വാഷ് ഏരിയ വരുന്നത്. ഡൈനിങ് ഏരിയയിൽ നിന്ന് നമ്മൾ ഇവിടെയാണ് വാഷ് ഏരിയ വരിക. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഒരു മിറർ, അതായത് ഒരു സൈഡിലേക്കാണ് മിറർ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ലൊരു വാഷ് ബേസിനുമാണ് വെച്ചിട്ടുള്ളത്. ഇവിടെയും ഒരു പ്ലാന്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം കൊണ്ടും ഇവിടുത്തെ വോളാണെങ്കിലും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വാഷ് ഏരിയയും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്ന് കൈ കഴുകിയിട്ടൊക്കെ, അയ്യോ കൈയൊക്കെ കഴുകി പയ്യെ പോവാം. അപ്പം നമ്മൾ വാഷ് ഏരിയയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ ഒരു വോളുണ്ട്. ഈ വോളിൽ നിറച്ചും ലൈക്ക് ഫോട്ടോ ഫ്രെയിംസ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. എന്താണെന്നൊന്നും എനിക്കറിയില്ല. ലൈക്ക് ഹോം ഇസ് വെയർ യു വൈഫൈ കണക്ട്സ് ഓട്ടോമാറ്റിക്കലി. കറക്റ്റ് അല്ലേ? നമ്മൾ എപ്പോൾ നമ്മുടെ വീട്ടിൽ വൈഫൈ ഉള്ള വീട്ടിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ വൈഫൈ കണക്റ്റ് ആവും. യെസ്, അതുപോലെ തന്നെ ഇവിടെയും ഒരു കോട്ടിലൊരു ഫ്രെയിം വെച്ചിട്ടുണ്ട്. കുറേ ഫ്രെയിംസ് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വോൾ, അതാ ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിൽ മിക്കതും അങ്ങനെ പ്ലെയിൻ ആയിട്ടല്ല ഇരിക്കുന്നത്. അവരെന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് പ്ലേസ് ചെയ്തിട്ട് അത് എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റും എന്ന് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള വീടൊക്കെ ഫാഷൻ ആണെങ്കിലും ഇത് വേറൊരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫ്ലാറ്റ് 2 BHK ആണ്. അപ്പോൾ 2 ബെഡ്റൂംസ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് ബെഡ്റൂമാണ് ഇത് വരുന്നത്. അതായത് നമ്മൾ വാഷ് ഏരിയയിൽ നിന്ന് ഡയറക്റ്റ് ഇങ്ങോട്ട് വരുമ്പോൾ 2 ബെഡ്റൂംസും ഇങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം എന്തായാലും ഈ ബെഡ്റൂമിലേക്ക് നോക്കാം. ഈ ബെഡ്റൂം കണ്ടിട്ട് ഏകദേശം ഈ ഒരു ബെഡ്ഷീറ്റൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ആരാധ്യയുടെ ബെഡ്റൂമാണിത്. അവൾ ഒറ്റയ്ക്ക് കിടക്കാറൊന്നും ആയിട്ടുണ്ടാവില്ല, പക്ഷേ മുന്നേ പ്ലാൻ ചെയ്ത് അവൾക്ക് വേണ്ടിയുള്ള റൂമാണിത് സെറ്റ് ചെയ്തേക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വാൾപേപ്പറും ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. ലൈക്ക് അവിടെ നമ്മൾ നേരത്തെ കണ്ടില്ല എല്ലാം, അതായത് ഒരു ഒരു വാള് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുള്ളത്. അപ്പം ഇവിടെയും ഇതൊരു വാൾപേപ്പറാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ആരാധ്യ കുട്ടിക്ക് കാണാനായിട്ട് ഒരു TV നമ്മുടെ ധ്യാൻ ചേട്ടൻ സെറ്റ് ചെയ്ത് കൊടുത്തേക്കാം. അവൾക്ക് ഈ സിനിമകളൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണെന്ന് ചേട്ടൻ പറയണ്ടായല്ലോ. അപ്പോൾ അവൾക്ക് കിടന്നും ഇരുന്നും ഒക്കെ അവളുടെ ബെഡ്റൂം എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു TVയും ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അവർ ഇങ്ങോട്ട് വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നുന്നതാ. അവളുടെ സ്നാക്സും കുഞ്ഞ് ബാഗൊക്കെ ഉണ്ട് ഇവിടെ, നല്ല ബാഗ്. അവളുടെ കുഞ്ഞ് മാസ്കും. യെസ്, അപ്പോൾ ഇത് ആരാധ്യയുടെ റൂം തന്നെയാണ് ഗൈസ്, ഉറപ്പിച്ചോ. യെസ്, അപ്പോൾ അതാ അവളുടെ ഒരു ബെഡൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഒരു ലാമ്പ് ഉണ്ട്, നമുക്കിത് കത്തിച്ച് നോക്കാം. യെസ്, ഒരു ബെഡ്റൂമിൻ്റെ സൈഡിൽ നമ്മളെപ്പോഴും വെക്കുന്ന പോലത്തെ ഒരു ലാമ്പ് ഉണ്ട്. അത് യൂണിക്കോൺ ആണോ? യെസ്, യൂണിക്കോണിൻ്റെ ഒരു ലാമ്പും അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും അതായത് ഈ ഫ്ലാറ്റിലെ ഏറ്റവും വലിയ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ലൈറ്റ്സും ഭയങ്കര ഡിഫറെൻ്റ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ 2 ലൈറ്റ്സ് ആണ് ഇവിടെയും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു വാം ടോണാണ്. ഓക്കെ, എല്ലാം വാം ലൈറ്റ് തന്നെയാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ റൂം കംപ്ലീറ്റ് വാം ലൈറ്റ് ആണ്. ഈ ലൈറ്റും ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. മേളിൽ കാണുന്നതും ഈ 2 ലൈറ്റ്സും വാം ലൈറ്റ് തന്നെ ഭയങ്കര അടിപൊളിയായിട്ടുള്ള 2 ലൈറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ സ്ലൈഡിങ് കബോർഡ്സ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ബാത്റൂം ഉണ്ട്, നമ്മുടെ ആരാധ്യ കുട്ടിയുടെ ബാത്റൂം. യെസ്, ഇത് അവളുടെ തന്നെയാണ്. എനിക്ക് തോന്നുന്നു യൂണിക്കോൺ ഫാനാന്ന് തോന്നുന്നു. ഫുൾ അവിടെ ലൈറ്റും അടുത്ത യൂണിക്കോണിൻ്റെ എല്ലാ സംഭവങ്ങളും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ. അവിടെ ഒരു മിക്കി മൗസിൻ്റെ, അപ്പോൾ ഇത് അവളുടെ റൂം തന്നെയാണ്. യെസ്, അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു കുഞ്ഞി ബാത്റൂം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത റൂമിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇത് ആരാധ്യയുടെ ബെഡ്റൂം ആണെങ്കിൽ ഇത് ഷുവറായിട്ടും ധ്യാൻ ചേട്ടൻ്റെയും അർപ്പിത ചേച്ചിയുടെയും ബെഡ്റൂം ആയിരിക്കും. യെസ്, അടിപൊളി. ഓക്കെ, അപ്പോൾ ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. ഈ ഫ്ലാറ്റിലെ മാസ്റ്റർ ബെഡ്റൂം ഇതാണ്. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ ഒരു സ്പേസ് ഉണ്ട്, ലൈക്ക് ഡ്രസ്സ് ചെയ്യാനൊക്കെ. ഇതിവിടെ ഒരു വലിയ മിററും ഉണ്ട്. യെസ്, ഇത് ഡ്രസ്സിങ് സ്പേസ് ആണ്. നമുക്ക് ഇവിടെ ഡ്രസ്സ് ചെയ്തിട്ട് മിററിലൊക്കെ നോക്കാം. സ്ലൈഡിങ് കബോർഡ്സും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് അവരുടെ ബെഡ്റൂമിലേക്ക് നമ്മൾ വരിക. എല്ലാം വാം ലൈറ്റ് ആണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. വൈറ്റ് ലൈറ്റ് ആയിട്ട് ഞാൻ ഒന്നും കണ്ടില്ല. അപ്പോൾ വാം ലൈറ്റ് ആണ്. അപ്പോൾ ആ റൂമിലും TV സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഒരു TV സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫുൾ വാം ലൈറ്റ് ആണ്. എല്ലാ ലൈറ്റ്സും വാം ലൈറ്റ് ആണ്.
നല്ല രസമുണ്ട്. ഇവിടെയും ഒരു മിറർ രീതിയിൽ തന്നെയാണ്. മലയാള സിനിമാ രംഗത്ത് നമുക്ക് മാറ്റിവെക്കാൻ പറ്റാത്ത നടനാണ് ശ്രീനിവാസൻ. ഒരുപാട് കഥകൾ, തിരക്കഥകൾ നമുക്ക് സമ്മാനമായി തന്നു. ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ നമുക്ക് തന്നു. ഒടുവിൽ അദ്ദേഹം ഒരിക്കലും മറക്കാനാകാത്ത ഒരുപാട് സിനിമ ഓർമ്മകൾ തന്നിട്ടാണ് നമ്മോട് വിട പറഞ്ഞത്. എന്നാൽ വിട പറഞ്ഞിട്ടും അദ്ദേഹത്തിൻ്റെ മക്കളെ നമുക്ക് തന്നെയാണ് ഇപ്പോഴും സിനിമയിലും ഗാനങ്ങളിലൂടെയും എല്ലാം നമുക്ക് ആസ്വദിക്കാനും അനുഭവിക്കാനും ഒക്കെ പറ്റുന്നത്. ശ്രീനിവാസൻ എന്ന നടൻ മാത്രമല്ല, ആ കുടുംബം മുഴുവൻ സംഗീതവും അഭിനയവും ഒക്കെയായി കടപ്പെട്ടിരിക്കുന്നു. തിരക്കഥ, സംഗീതം, അഭിനയം എല്ലാം ഇവരുടെ സ്വത്ത് തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ആ കൂട്ടത്തിൽ ശ്രീനിവാസന്റെ ഇളയ മകനാണ് ധ്യാൻ ശ്രീനിവാസൻ. സിനിമയിൽ ഒരിക്കലും വരില്ല എന്ന് എല്ലാവരും പ്രതീക്ഷിച്ചെടുത്താണ് ധ്യാൻ ശ്രീനിവാസൻ ആദ്യമായി തിര എന്ന സിനിമയിലൂടെ അഭിനയത്തിലേക്ക് വരുന്നത്. ഒരു വലിയ പ്രായമൊന്നുമില്ലാത്ത ഒരു കൊച്ചു ചെറുപ്പക്കാരനായിരുന്നു അന്ന് ശോഭനയുടെ കൂടെ തകർത്തഭിനയിച്ച ആ യുവാവ്. തിരയിലൂടെ ധ്യാൻ ശ്രീനിവാസൻ തൻ്റെ മാറ്റ് ഒന്നുകൂടി ഉറപ്പിക്കുകയായിരുന്നു. പിന്നീട് തിരക്കഥയിലും പാട്ടിലുമെല്ലാം ധ്യാൻ ശ്രീനിവാസൻ കൈവച്ചു എന്ന് പറയാതെ വയ്യ. കണ്ണൂർ കൂത്തുപറമ്പ് സ്വദേശിയാണ് ധ്യാൻ ശ്രീനിവാസൻ. 1988 ഡിസംബർ 20-നാണ് ധ്യാൻ ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ സഹോദരൻ വിനീത് അറിയപ്പെടുന്ന നടനും സംവിധായകനും ഗായകനുമാണ്. വിനീത് ശ്രീനിവാസൻ സംവിധാനം നിർവഹിച്ച തിര എന്ന ചിത്രത്തിലൂടെയാണ് മലയാള സിനിമാ രംഗത്തേക്ക് ധ്യാനും പ്രവേശിച്ചത്. ധ്യാൻ മുഖ്യവേഷത്തിലെത്തിയ ഗൂഢാലോചന എന്ന ചിത്രത്തിനു വേണ്ടി ധ്യാൻ ആദ്യമായി തിരക്കഥയും എഴുതി. ലവ് ആക്ഷൻ ഡ്രാമ എന്ന് പേരിട്ട നിവിൻ പോളി നയൻതാര ചിത്രത്തിലൂടെ ധ്യാൻ സംവിധായകനുമായി. സിനിമയേക്കാൾ ഏറെ നർമ്മം വിതറുന്ന ഇന്റർവ്യൂകളിലൂടെയാണ് ധ്യാൻ കൂടുതൽ ശ്രദ്ധ നേടിയത്. അദ്ദേഹത്തിന്റെ അവസാനമായി വന്ന ചിത്രം വളയാണ്. അഭിനയത്തിനും സംവിധാനത്തിനും തിരക്കഥയെഴുത്തിനും ഒക്കെയിടയ്ക്ക് സ്വന്തം ജീവിതവും അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. തന്റെ ഏറ്റവും വലിയ സ്നേഹം, തന്റെ പങ്കാളിയെ പ്രണയത്തിലൂടെയാണ് ധ്യാൻ ശ്രീനിവാസൻ തിരഞ്ഞെടുത്തത്. അർപ്പിതയാണ് ധ്യാനിന്റെ പങ്കാളി. അർപ്പിത സെബാസ്റ്റ്യൻ എന്ന അന്യമതക്കാരിയാണ് ധ്യാൻ ശ്രീനിവാസൻ പ്രണയിച്ച് സ്വന്തമാക്കിയത്. ഇവർക്കൊരു മകളുണ്ട്. തിര, കുഞ്ഞിരാമായണം, അടികപ്പ്യാരെ കൂട്ടമണി, ഒരേ മുഖം, ഗൂഢാലോചന, സച്ചിൻ, ക്ലേശേ പ്രണയം, അടികപ്പ്യാരെ കൂട്ടമണി 2 എന്നിവയാണ് അദ്ദേഹം അഭിനയിച്ച സിനിമകൾ. സംവിധാനം നിർവഹിച്ചത് ഒരു ചിത്രമാണ്, 2018 പുറത്തിറങ്ങിയ ലവ് ആക്ഷൻ ഡ്രാമ എന്ന ചിത്രം. അദ്ദേഹത്തിന് സിമ അവാർഡ്, സൗത്ത് ഇന്ത്യൻ ഫിലിം ഫെയർ അവാർഡ്, ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ്, വനിതാ ഫിലിം അവാർഡ്, എക്സോ അമൃത ഫിലിം അവാർഡ്, രാവു കാര്യാട്ട് അവാർഡ്സ് എന്നീ അവാർഡുകൾ. മലയാള സിനിമയുടെ ചരിത്രത്തിൽ തനതായ സ്ഥാനം നേടിയ കലാകാരനായിരുന്നു ശ്രീനിവാസൻ. എഴുത്തുകാരൻ, നടൻ, സംവിധായകൻ എന്നീ നിലകളിൽ പതിറ്റാണ്ടുകളോളം മലയാള സിനിമയെ സമ്പന്നമാക്കിയ അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ സിനിമാ ലോകത്തിനും ആരാധകർക്കും വലിയ നഷ്ടമായി.